എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നീണ്ടുനിന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് തിരശ്ശീല വീണിരിക്കുകയാണ്. അർജൻറ്റീനയും സ്പെയിനും ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടി സ്പെയിൻ ലോക കിരീടം ഉയർത്തിയ ചരിത്ര നിമിഷത്തിന് സാക്ഷികളാവാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും കേരളത്തിൻ്റെ ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫൈനൽ മത്സരം ആസ്വദിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാത്രി ഏറെ വൈകി പുലർച്ചയ്ക്ക് മത്സരങ്ങൾ അവസാനിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ അവധി നൽകിയിട്ടുള്ളത്. എല്ലാവരും കളി ആസ്വദിച്ച് ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, ഒരു മാസക്കാലമായി ലോകം മുഴുവൻ ഫുട്ബോളിന് പുറകിലായിരുന്നു. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. കാരണം എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കലകൾക്കും കായിക വിനോദങ്ങൾക്കുമുള്ള പങ്ക് വളരെ വലുതാണ്. നമ്മളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി ഒറ്റ കുടുംബമാക്കി മാറ്റിക്കൊണ്ട് ജാതിയും മതവും രാഷ്ട്രവും ഒന്നും നോക്കാതെ എല്ലാവരും മനോഹരമായ ഫുട്ബോളിനെ മാത്രം ആസ്വദിച്ചിരുന്ന ഒരു സമയം. കലകൾക്കും കായിക വിനോദങ്ങൾക്കുമുള്ള ഒരു കഴിവതാണ് മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും മത്സരങ്ങൾ അവസാനിച്ചു. ഇനി പഠിക്കുന്ന കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പഠനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയമാണ്. എല്ലാ ക്ലാസ്സിലും യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ മിഡ് ടേം പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 8ാം ക്ലാസ്സിലെ CPTA കഴിഞ്ഞു. 9, 10 ക്ലാസ്സുകൾക്ക് വരും ദിവസങ്ങളിൽ CPTA ഉണ്ടാകും. അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. കാരണം ആഗസ്റ്റ് 13 മുതൽ 1ാം പാദവാർഷിക പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ആഗസ്റ്റ് 13 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന 1ാം ടേം പരീക്ഷകൾ, ഫസ്റ്റ് ടേം പരീക്ഷകൾ ആരംഭിക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഏറ്റവും മനോഹരമായി പരീക്ഷകൾ എഴുതി തങ്ങളുടെ വിഷയങ്ങളിൽ കൃത്യമായ അവർ പഠിച്ച കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ള നിർബന്ധമാണ്. യൂണിറ്റ് ടെസ്റ്റുകളും മിഡ് ടേമും ഒക്കെ തന്നെ നമുക്ക് ഏത് വിഷയങ്ങളാണോ പ്രയാസമുള്ളത് ആ പ്രയാസമുള്ള ഏരിയകൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ ടീച്ചേഴ്സിന് സഹായം തേടുന്നതിനും ടീച്ചേഴ്സിന് കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും ക്രിയാത്മകമായി പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും അവരുടെ നോട്ട്ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം. പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഒന്നൊന്നായി പഠിച്ചുകൊണ്ടിരിക്കണം. റിവിഷൻ നടത്തേണ്ടത് റിവിഷൻ നടത്തണം. ഏതെങ്കിലും വിഷയങ്ങൾ പ്രയാസമുള്ള ഏരിയകളുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിനെ കണ്ടെത്തി ടീച്ചേഴ്സിനോട് ചോദിച്ച് ആ പ്രശ്നങ്ങൾ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ടൈം പരീക്ഷ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ പൂർണ്ണമായും ഈ പഠനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും മിടുക്കരായി നമ്മുടെ ഫസ്റ്റ് ടൈം പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അപ്പം അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സ്കൂളിൽ ഉണ്ടാവുക. എല്ലാവരും ആ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ കൃത്യമായി ടീച്ചേഴ്സിനെ അഭിവിവരം അറിയിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇനി കിടന്നുറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വർക്കുകളിലേക്ക് കടക്കണം. അങ്ങനെ നമ്മുടെ പഠനത്തിലും ഏറ്റവും മികവ് പുലർത്താൻ നമ്മുടെ PKMൻ്റെ കുട്ടികൾക്ക് കഴിയണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.